ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ PV അൻവറിനെ എടവണ്ണയിലെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പോലീസ് എത്തിയത്. അൻവർ ഉൾപ്പെടെ 11ഓളം പേർക്കെതിരെയാണ് കേസ്. KT സ്വാലിഹ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വാലിഹ, ഒരു MLA നേതൃത്വത്തിലാണ് ഒരു ഓഫീസിനെതിരെ വനംവകുപ്പിലെ ഓഫീസിനെതിരെ ആക്രമണം ഉണ്ടാകുന്നത്, പോലീസുകാരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. ആ നിലയിൽ വലിയ ഗുരുതര സ്വഭാവം കൂടിയുണ്ട് ഈ കേസിന്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പോലീസ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? അഷിത, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. FIR-ൽ PV അൻവറാണ് ഒന്നാം പ്രതി. അൻവറിന്റെ 10 കൂട്ടാളികളും ഇതോടൊപ്പം പ്രതികളാണ്. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടാവുന്നത്. കരുളായിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമായിരുന്നു. അടച്ചിട്ട നിലമ്പൂരിലെ നോർത്ത് DFO ഓഫീസിലേക്ക് സംഘം ഇരച്ചു കയറുകയായിരുന്നു. ഈ പൂട്ട് തകർത്ത് അകത്ത് കടന്ന് സാധന സാമഗ്രികളെല്ലാം തന്നെ നശിപ്പിച്ചിരുന്നു. പോലീസ് ബലം പ്രയോഗിച്ചാണ് അവരെ പുറത്തിറക്കിയിരുന്നത്. പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടെയാണ് വീട്ടിലേക്ക് വലിയ പോലീസ് സന്നാഹം എടവണ്ണയിലെ ഒതായിലെ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് DYSP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീടിനകത്തേക്ക് കയറി മറ്റു നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. മെഡിക്കൽ സംഘം വീട്ടിലെത്തി പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. ഇതോടെ അൻവറിന്റെ കൂട്ടാളികൾ മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായിരുന്നു മുദ്രാവാക്യം. മുഖ്യമന്ത്രിയാണ് ഈ അറസ്റ്റിന് പിന്നിലെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം ഉണ്ടായത്. വലിയ ഭരണകൂട ഭീകരതയാണ് നടക്കുന്നതെന്നും അൻവർ പറഞ്ഞു. പിന്നാലെ ജീപ്പിലേക്ക് കയറി പോലീസ് കൊണ്ടുപോയി. ജീപ്പിന്റെ പിൻവശത്ത് പോലീസ് കയറ്റാൻ നോക്കിയത് വാഗ്വാദത്തിന് ഇടയാക്കി. പ്രവർത്തകർ ഇതിന് അനുവദിച്ചില്ല. പിന്നീട് 2ാം നിരയിലുള്ള സീറ്റിൽ ഇരുത്തിയാണ് അൻവറിനെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അഷിത, KT സ്വാലിഹ, നോക്കൂ, സാധാരണഗതിയിൽ ഈ നിലയിൽ അൻവർ പ്രതികരിക്കുമ്പോൾ പോലും പക്ഷേ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് ഒരു MLA ഭാഗത്ത് നിന്ന്, ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരു സർക്കാർ ഓഫീസാണ്, പൊതുമുതലാണ് നശിപ്പിച്ചത്. ഒപ്പം തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്വാലിഹ പറഞ്ഞു മെഡിക്കൽ സംഘം വീട്ടിലെത്തി പരിശോധന നടത്തിയെന്ന്. പക്ഷേ അത് മനസ്സിലാക്കുന്നത് പ്രകാരം അൻവറിന്റെ നിർദ്ദേശപ്രകാരം വന്നവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടിക്രമങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. ആ നിലയിൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ? അഷിത, തീർച്ചയായും അദ്ദേഹം പതിവായി നടത്തുന്ന പരിശോധനകൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പരിശോധനകളാണ് ആശുപത്രിയിൽ നിന്ന് സംഘത്തെ വിളിച്ചു വരുത്തി പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇനി മറ്റു നടപടിക്രമങ്ങളുണ്ട്. MLA എന്ന നിലയിൽ പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിശോധിച്ച നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോയിട്ടുള്ളത്. നിലവിൽ DYSP ഓഫീസിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. നിലമ്പൂരിലെ DYSP ഓഫീസിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ നിന്ന് ജയിലിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഷിത, ശരി. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിലാണ്, ആക്രമിച്ച കേസിലാണ് PV അൻവർ MLA ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.